ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റുന്നത് സംബന്ധിച്ച സത്യവാങ്മൂലത്തിലെ തന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ വിമർശനം ശക്തം. തന്ത്രിയുടേത് ആചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണെന്നും പ്രതിഷേധാർഹവുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. നിയമ പോരാട്ടം തുടരുമെന്ന് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി നാളിലെ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ വഴിയാണ് ഉദയാസ്തമന പൂജ മാറ്റുക എന്നത്. മുഖ്യതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അതിനെ പിന്തുണച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തന്ത്രി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാകട്ടെ അത്യന്തം അപകടകരവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണെന്നാണ് വിമർശനം. തന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് മറ്റ് തന്ത്രി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഏകാദശി ഉദയാസ്തമനം പറഞ്ഞാൽ എത്രയോ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പൂജയാണ്. അത് ഏകാദശി ദിവസം തന്നെ നടത്തുന്നതാണ്. അത് വേറെ ദിവസം നടത്തിയോണ്ട് അതിൻ്റെ ഒരു ഫലമൊന്നുമില്ല. കാരണം പണ്ടത് ചെറുളയം പാലസ് കോവിലൊന്ന് നടത്തിയിരുന്നതാണ്. അത് അവർ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുകയും അവർ തുടർന്ന് അതേപോലെ തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു തുലാമാസത്തിലെ വെളുത്ത വർഷത്തിലെ ഏകാദശിക്ക് നടത്തി തന്നുകൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് നടത്തിയ പോലെയൊന്നും ആവുന്നില്ല. ആ ദിവസം നടത്തേണ്ട പൂജ അന്ന് തന്നെയാണ് നടത്തേണ്ടത്. ഉദയാസ്തമന പൂജ ആചാരമല്ല വഴിപാടാണെന്ന പ്രസ്താവന യാഥാർത്ഥ്യവും ചരിത്രവും ഉൾക്കൊള്ളാത്തതാണെന്നാണ് വിമർശനം. ആദിശങ്കരന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഐതിഹ്യം മാത്രമാണെന്ന പരാമർശവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തന്ത്രിയുടേത് ആചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. തന്ത്രി അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയത് ആ ദിവസം ഉദയാസ്തമന പൂജ വേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം കടുത്ത അനീതിയാണ്. ദേവഹിതമറിയാൻ തന്ത്രി നടത്തിയ ഒറ്റരാശി പ്രശ്നം പാരമ്പര്യ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും രഹസ്യാത്മകമായാണ് നടത്തിയതെന്നും വിമർശനമുണ്ട്. ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് തന്ത്രി വഴങ്ങരുതെന്ന് ഗുരുവായൂർ ക്ഷേത്രരക്ഷാ സമിതി ആവശ്യപ്പെട്ടു. തന്ത്രി അദ്ദേഹം ഇന്ന് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന് മുൻപ് ഇത് അദ്ദേഹം കൊടുത്താന്ന് വിശ്വസിക്കുന്നില്ല. എഴുതി തയ്യാറാക്കിയാൽ അദ്ദേഹം ഒപ്പിട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സത്യവാങ്മൂലത്തിൽ കോടതിയിൽ കൊടുത്തു എന്നുള്ളത് അത്യന്തം അപകടകരവും ദൗർഭാഗ്യകരവുമാണ്. ദേവസ്വം നീക്കത്തിനെതിരെ നിയമ നടപടി തുടരുമെന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നു. ജനം, തൃശൂർ.